ഹായ്, മേക്ക് സീത വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രത്യേകിച്ച് ഇന്ന് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാറൊന്ന് കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ മഴയത്ത് നിങ്ങളെല്ലാം വിചാരിക്കും കാറ് എന്തിനാണ് മഴയത്ത് കഴുകുന്നത്. പക്ഷെ എന്നാലും കാർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ അടിയിലും അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ സൈഡിൽ നമ്മൾ കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് തായ്ലൻഡിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കാറ് കഴുകുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കണ്ടോ ഈ എഞ്ചിൻ സൈഡിലെല്ലാം, ഇപ്പോൾ പിങ്കി ബേബിൻ്റെ എഞ്ചിൻ സൈഡിലെല്ലാം നല്ലോണം ഡസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയെല്ലാം മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല ഡസ്റ്റെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാറിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഈ അകമല്ല ഈ താഴത്തെ ഭാഗം കഴുകുന്നത് നല്ലതായിരിക്കും. നമ്മളെപ്പോഴും വണ്ടി കഴുകുന്ന സ്ഥലത്തല്ല വന്നത്. സാധാരണ ഓട്ടോ വാഷിംഗ് സെൻറ്ററിലാണ് ഞാൻ വരാറ്. പക്ഷേ ഓട്ടോ വാഷിംഗ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ അടി കഴുകത്തില്ല ഓറ് ഇത് കണ്ടോ. അപ്പോൾ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് കാർ നല്ലോണം കഴുകുന്നുണ്ട്. ഈ തായ്ലൻഡിൽ പൊതുവെയുള്ള പെട്രോളാണ് 91, 95, E20 ഈ തരത്തിലുള്ള പെട്രോളാണ് നമുക്ക് പൊതുവേ കിട്ടുക. ഈ 91, 95 എന്നാണ് പറയുന്നത്. 95 നല്ല അടിപൊളി പെട്രോളാണ്. 91 മീഡിയം ആണ്. E20 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താണ ലെവലിലെ പെട്രോളാണ്. കണ്ടോ പലതരത്തിലുള്ള പെട്രോൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ ഈ കാർ വാഷ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ബയോ യാരിസ് 150, മീഡിയം ആണെങ്കിൽ 180, ആൾട്ട് സിവിക് ആണെങ്കിൽ ഓരോന്നിൻ്റെ റേറ്റ് ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് ഫുള്ള് കഴിക്കഴിഞ്ഞാൽ എത്ര പൈസ ആവും നമുക്ക് ഏകദേശം നോക്കാം. കണ്ടോ വണ്ടി കഴുകിയതിന് ശേഷം അവർ നല്ല അടിപൊളിയായിട്ട് ഫോമുണ്ട്, ഫോമിലിട്ടൊരു ഇതാക്കുന്നുണ്ട്. ഇപ്പം കാണാൻ നല്ല വണ്ടി കാണാൻ പിങ്കി ബേബി കാണാൻ നല്ല രസമുണ്ട്. ഉണ്ട് കാറിൻ്റെ അകത്തെല്ലാം കഴുകി കണ്ടോ നല്ല അടിപൊളിയായിട്ട് പേപ്പറെല്ലാം വെച്ച് നല്ല സെറ്റായി കണ്ടോ, നല്ല ക്ലീനായി കണ്ടോ. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ അകത്ത് ക്ലീൻ ആയിക്കാൻ തന്നെ നമുക്കൊരു വണ്ടി ഓടിക്കാൻ തന്നെ ഒരു നല്ലൊരു കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എപ്പോഴും കഴുകി നല്ല നീറ്റായിട്ട് വെക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബിഗ് സീറ്റിൽ പോയിട്ട് കുറച്ച് വെള്ളം കാര്യങ്ങളും അകലം കണ്ടോ നല്ല നീറ്റായിട്ട് ഓരോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കാല് വെക്കുന്ന സൈഡ് വരെ കാല് വെക്കുന്ന സ്ഥലം വരെ നല്ല നീറ്റാണ് കേട്ടോ കാര്യങ്ങളിലും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളെ ഈ ഒരിടത്ത് കാർ വാഷിങ്ങും കുറച്ച് പേർക്ക് ബിക്സി പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണിക്കാം. കുറച്ച് വെള്ളം മേടിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഓക്കെ, നമുക്കിനി ബിക്സിയിലേക്ക് പോകാം. ഇപ്പോൾ വണ്ടിയെല്ലാം ക്ലീൻ ആയിട്ട് അവിടെ ഇതാണ് ബിക്സി സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ വെള്ളമെല്ലാം മേടിക്കാനും കുറച്ച് രാവിലെ ഞാനിപ്പം ഓട്സും ഡ്രൈ ഫ്രൂട്ട്സിലും മിക്സ് ആക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അപ്പോൾ അത് മേടിക്കാൻ വന്നതാണ്. ഇതാണ് ബിക്സി സൂപ്പർ സെൻറ്റർ എന്ന് പറയുന്നത്. നല്ല മഴക്കാലമാണ്. മഴയത്ത് വണ്ടി കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചളിയാവും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് വണ്ടി നീറ്റായിക്കോട്ടെ വിചാരിച്ചിട്ടൊന്ന് വണ്ടി കഴുകിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ബിക്സിയിലേക്ക് പോവാണ്. ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ബിക്സി എന്ന് പറയുന്നത്. കണ്ടോ അപ്പോൾ നമ്മൾ നേരെ ബിക്സി സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ് മക്കളെ. നമ്മൾ ബിക്സിയത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇവർ തന്നെ ബിക്സിക്കാരുണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടതാ പിസ്സയുണ്ട്, നല്ല സൂപ്പർ കേക്കുകൾ, നല്ല ഡോണറ്റ്സുകൾ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഹോക്സിപ്പ് ആവശ്യമേ ഹോക്സിപ്പ് 69 ഭാഗത്തിന് നല്ല അടിപൊളി പിസ്സ ഉണ്ടതാ. പിസ്സയുണ്ട്, കേക്ക് ഉണ്ട്, കണ്ടോ ബനാന കേക്കിലുണ്ട്. 5 ഭാഗത്താണ് ഈ ബനാന കേക്കിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഉണ്ട് ഇതല്ലോ ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ബേക്കാക്കി എടുക്കുന്നുണ്ട്. ഇതോ ഇവിടെ തന്നെ ഇവർ ഈ ടൈമിൽ തന്നെ ബേക്കാക്കി എടുത്തിട്ട് വിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇതോ നമ്മുടെ ബിക്സിയിലെ അയില കണ്ടോ, അയില നല്ല ഇവർ ഇന്ത്യൻ മാക്രിയിൽ നിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരത്
മുറിച്ച് തരും. നല്ല അടിപൊളിയായിട്ട് മീനുകൾ നമുക്ക് കിട്ടും. കുറച്ച് അയില മേടിക്കാം കേട്ടോ. അയിലക്കറി വെക്കാൻ പറ്റിയ അയില മേടിച്ചിട്ട് പോകാം കേട്ടോ. ഇതാ അയിലുണ്ട്, ചിക്കനുണ്ട്, എല്ലാ സംഭവങ്ങളും നമുക്ക് മീൻ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ. ഞാനല്ലേ ഒരു എട്ടോളം അയില മേടിച്ചു. അതിന് 77 ബാത്താണ്. അതുകൊണ്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 8 അയില മുറിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 77 ബാത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 160 ഇന്ത്യൻ രൂപ. പിന്നെ നമ്മളല്ലേ ഞാനിപ്പോൾ അരി നമ്മൾ ഇതാണ് നമ്മൾ തായ്ലൻഡിൽ കുറേ അരികളുടെ ഉണ്ട്. ഏകദേശം 179 ആ റേഞ്ച് 175 ഏകദേശം ഒരു 400, 500 ആ റേഞ്ചിലെല്ലാം വരുന്ന അരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ജസ്റ്റ് ഞാൻ നമ്മളെപ്പം ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ഈ ഒരു അരിയുണ്ട്. ഇതൊരു നല്ലൊരു 100% ഗവൺമെൻറ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് 179 സംതിങ് ആണ് ഇതിൻ്റെ പൈസ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിൻ്റെ സാധനം മേടിച്ചു കേട്ടോ. ഞാനെടുത്ത് നമ്മൾ നാംതീപ്പിൻ്റെ വെള്ളം എടുക്കാറുണ്ട്. നാംതീപ്പിൻ്റെ ഒരു പച്ച കളർ ബോട്ടിൽ, തായ്ലൻഡിൻ്റെ ബോട്ടിൽ. പിന്നെ പഴം എടുത്തിട്ടുണ്ട്, ഒരു അരി, പിന്നെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, വാൾനട്ട്സ്, ഡേറ്റ്സ്, ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബില്ല് പേ ചെയ്യാം. ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, നമ്മളെ തായ്ലൻഡിലെ തവള വളർത്തുന്നുണ്ട്. നിങ്ങൾ തവള വളർത്തുന്നുണ്ടോ? തവള നോക്കിയിട്ട് എത്രയാ തവളകൾ കേട്ടോ. തവളേനെ വളർത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ തന്നെ കുറേ മീനിനെയും തിലാപ്പി പോലത്തെ മീനിനെയും അവർ വളർത്തുന്നുണ്ടോ. നല്ല രസമില്ലാണ് നിങ്ങൾ നോക്കിയിട്ടെ. അപ്പുറത്തെല്ലാം വാഴത്തോട്ടങ്ങളുണ്ടോ. നമ്മുടെ കമ്പനീൻ്റെ സൈഡിലെ വാഴത്തോട്ടങ്ങളാണ് ഇപ്പോൾ ഫുള്ള് വളർത്തിയിട്ടുള്ളത്. എന്താ വാഴത്തോട്ടം. ഇവിടെ കുറേ തവളകളുണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. തവളകളൊക്കെ കണ്ട കുറേ തവളകളുണ്ട്. ഇഷ്ടമാതിരി തവളകളിങ്ങനെ വളർത്തിയിട്ട് നല്ല രസകരമായൊരു കാഴ്ച ഉണ്ട്. ഇതാ അടിപൊളിയല്ലേ. ഇതാ തവളയുണ്ട്, അതിൻ്റെ താഴെ കുറേ മീനിനെ വളർത്തുന്നുണ്ട്. സാധാരണ തായ്ക്കാർ ഈ തവളേനെ എത്തുന്ന പരിപാടി ഉണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. ആ തവളേനെ മീൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻ വന്നിട്ട് തവളേനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഒരു രസകരമായൊരു കാഴ്ചയാണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കുറേ ഉണ്ട്, കുറേ കൃഷി. ഇവിടെ ആളൊന്നും ഇല്ലാന്നുണ്ട്, അധികം നേരം നിൽക്കുന്നില്ല. അപ്പുറത്ത് നല്ല അടിപൊളിയിൽ വാഴ കൃഷി ഉണ്ട് കേട്ടോ. നല്ല ഇതാണ് ഈ ഒരു തവള ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടോ. ഇവിടെ നേരത്തെ നമ്മുടെ അടുത്ത ഒരു തവളേൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം ഞാൻ ജസ്റ്റ് ഒരു മോഹൻതായിക്ക് ക്ലാസ്സിന് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ പോകാറുള്ളൂ. അവിടത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ. നമ്മൾ ഫുൾ സെറ്റായിട്ട് പിന്നെ എന്താ നമ്മുടെ മോഹൻതായ് ബോക്സിങ്ങിൻ്റെ ഗ്ലൗസ്. ഇത് ഞാൻ പുതിയ മേടിച്ചത് കേട്ടോ. മെയ്ഡ് ഇൻ തായ്ലൻഡ് എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള മോഹൻതായിൻ്റെ ഒറിജിനൽ ഫൈറ്റിങ്ങിൻ്റെ ഗ്ലൗ ആണ്. കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകും. നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, നമ്മളെ ഉള്ളോട്ടുള്ള ഒരു ഏരിയ ആണ് സമസ്തഖോൺ പ്രൊവിൻസിലെ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൻ്റെ ഒരുപാട് ആൾക്കാർ മരിച്ചു. ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. എന്താ പറയുക. പക്ഷേ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സംഭവങ്ങൾ വെറുതെ ആൾക്കാർ അതും ഇതും എന്തെല്ലോ വായു തോന്നിയെ വിളിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഈ പൈലറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ചിലർ പറയുന്നത് മെയിൻ്റെനൻസ് ഇഷ്യൂ ആണ്, എയർ ഇന്ത്യൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒന്നും അറിയാണ്ട് വെറുതെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ, ഇൻഫർമേഷൻ അറിയില്ലെങ്കിൽ അത് വെറുതെ പറയാതിരിക്കുക. നമുക്കെന്താ ബ്ലാക്ക് ബോക്സ് കിട്ടിയെന്നല്ല പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എററോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നെ അറിയാം. പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് അത്രത്തോളം കറക്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇനി മോഹൻതായ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ മോഹൻതായ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു തായ്ലൻഡിലേക്ക് മോഹൻതായ് പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കാം വരാം, അല്ലെങ്കിൽ എങ്ങനെ വിസ എടുത്തിട്ട് വരണോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോഹൻതായ് ക്ലാസ്സിൽ ചേരാൻ പറ്റുമെന്ന് ഒരുപാടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് മോഹൻതായ് പഠിക്കണമെങ്കിൽ നമുക്ക് മോഹൻതായ് ഏതെങ്കിലും 1 മാസം 2 മാസം അല്ലെങ്കിൽ എന്താ പറയുക വിസ നമുക്ക് എടുത്തിട്ട് നമുക്ക് വരാവുന്നതാണ്. സ്പെഷ്യൽ വിസ അല്ലെങ്കിൽ 1 ഇയർ വരെയുള്ള വിസ അവൈലബിൾ ആണ് തായ്ലൻഡിൽ. അത് എടുത്തിട്ട് വരാമെന്ന്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഈ പഠിക്കുന്നത് ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. മോഹൻതായ് സാധാരണ ഇത് ജിം പോലുള്ള ആക്ടിവിറ്റി പോലെയല്ല. അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ല, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും മോഹൻതായ് ക്ലാസ്സിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതായത് വളരെ കുറച്ച്, അതായത് ഒരു മാസത്തിൽ 1, 2, 4 ക്ലാസ്സുകൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സിൻ്റെ പൈസ എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരു ട്രെയിനിങ്ങിന് അതായത് 5ഓളം റൗണ്ട് വരും. അത് തന്നെ നമുക്ക്
ഏകദേശം ഒരു 600-700 ഇന്ത്യൻ രൂപേൻ്റെ അടുത്ത് വരുന്ന ക്ലാസ്സുകളാണ്, സെഷൻസാണ് വരുന്നത് മൂവാന്തായിൽ. അത് പഠിക്കണമെങ്കിൽ തന്നെ ശരിക്കും 3 മാസമെല്ലാം അല്ലെങ്കിൽ ഒരു 1 ഇയർ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഇപ്പോൾ കുറേ കാലം ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. പിന്നെ ജോലിയിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ എല്ലാ ദിവസവും പോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായിരുന്നു 5 മണിക്കത്തെ ക്ലാസ്സാണ്. അതിപ്പോൾ നേരത്തെ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് അത് നേരത്തെ പറയണം അവരോട്, ഇന്ന് 5 മണിക്ക് വരുന്നതാണ്. അപ്പോൾ അവർ ഒരു 4 പേർക്കുള്ള ട്രെയിനിങ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. നമ്മുടെ കൂടെ തന്നെ 4 പേരെ വേറെയും ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൈവറ്റ് ട്രെയിനിങ് ആണ് ഈ മൂവാന്തായി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. ഇതാണ് നമ്മൾ പുറമേലെ കാഴ്ചകളാണ്. വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, വൈകുന്നേരമായി 5 മണി ഇപ്പം തന്നെ 4:30. എൻ്റെ വീട്ടിനടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മൾ അവിടെ എത്തും. നമ്മുടെ കമ്പനി ലീസായിട്ട് തന്നെയാണ്. പലപ്പോഴും ഞാൻ ഈ വഴിയെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? ഈ സൈഡെല്ലാം ഫുള്ള് ഫാമിങ് മറ്റുള്ള, അതായത് പലതരത്തിലുള്ള ഫാമിങ് ചെയ്യുന്ന ഏരിയാസാണ്. അത് ഏറ്റവും കൂടുതൽ കുറേ ഫിഷിങ് വില്ലേജസാണ് കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കൊഞ്ചം കൃഷിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഈ ഏരിയയിൽ കാണാൻ പറ്റും. ഇത് സമസക്കോൺ പ്രൊവിൻസിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. നല്ല നമ്മുടെ ഏകദേശം നമ്മുടെ നാടെല്ലാം പോലെയാണ് ഈ ഒരു സ്ഥലം ഏരിയ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. ബാങ്കോക്ക് പോലെയല്ല, ബാങ്കോക്ക് എന്ന് കുറച്ച് 50 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര വൈബുണ്ട്. അങ്ങനെ കണ്ട ഫുള്ള് വാഴ കൃഷിയും കർമൂസും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിക്കെല്ലാം ഇവിടെല്ലാം കർമൂസാണ്. കണ്ട പപ്പായ കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ വാഴ കൃഷി നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് അടുത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പോഴത്തെ നല്ല അടിപൊളി വയൽ കണ്ട് നിങ്ങൾ, ഗംഭീരമായ വയൽ ഈ സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ മൂവാന്തായി ക്യാമ്പിൽ എത്തി. 5 മണിക്കാണ് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നത്. ഓപ്പൺ ആയിട്ടില്ല ഫുള്ള്. ഇപ്പോൾ ഒന്ന് ആശാൻ്റെ വണ്ടി ബൈക്ക് അവിടെ കാണുന്നുണ്ട്, ബാക്കിയെല്ലാം ക്ലോസ്ഡിലാണ്. ഉണ്ടോ, എല്ലാം മൂടിക്കെട്ടിയിരിക്കുക. 5 മണിക്കാണ് ഇത് ഓപ്പൺ ആവുക. അപ്പോൾ അവരെ നമുക്കിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. സ്ഥലം ഉണ്ടോ. നമ്മളിതിന് മുന്നേ മൂവാന്തായിൻ്റെ ഒരു ക്യാപ്പ് മേടിച്ചിരുന്നത്, നമ്മുടെ ബാങ്കോക്കിലെ മൂവാന്തായി ക്യാപ്പാണ് കേട്ടത്. അപ്പോൾ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല. നമ്മുടെ ഒരു സാറ് മാത്രമുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. ആരുമില്ല, എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ പേരിലും ഫുള്ള് പൂട്ടിയിട്ടില്ല. കണ്ടോ, ഫുള്ള് സൈലൻ്റാണ്. നമ്മുടെ ഒരു സാറുണ്ട്, ഇവരാണ് മൂവാന്തായി പഠിപ്പിക്കുന്നത്. പുള്ളി കടന്ന് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം വരട്ടെ. നമുക്ക് വേണമെങ്കിലില്ല ഇവിടെ മൂവാന്തായി നമ്മൾ സാധാരണ ഈ മൂവാന്തായി കളിക്കുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കയ്യിൽ കെട്ടുന്ന സംഭവമാണ്. ഇതിന് 200 ഭാഗത്താണ് ചെയ്യുന്നത്. 200 എന്ന് വെച്ചാൽ ഏകദേശം 450-500 ഇന്ത്യൻ രൂപേൻ്റെ അടുത്ത് വരുന്ന സംഭവമാണ്. അടിപൊളി കുറേ ഈ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഗ്ലൗസ് ഉണ്ട്, ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ജിം സെറ്റപ്പിലൂടെ കാര്യങ്ങളിലൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ നടുവിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഉണ്ട് അടിപൊളിയല്ല. നമ്മുടെ മൂവാന്തായി ക്ലാസ് കഴിഞ്ഞു. പുറത്ത് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഓരോ ഷിഫ്റ്റിൽ 5 മണി 6:30 പിന്നെ 7 അങ്ങനെയാണ് 3 ഷിഫ്റ്റായിട്ടാണ് നമ്മുടെ മൂവാന്തായി ക്ലാസ് നടത്തുന്നത്. നല്ല സൂപ്പറുള്ള മോനെയാണ്. അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ബൈബോ സൈനിങ് ഓഫ്. നല്ല മഴ കേട്ടോ, നല്ല മഴയായിട്ട് കാണാം.